അപ്പോ നമുക്ക് ഒരു ചോദ്യം. ഇപ്പൊ നമ്മള് നേരത്തെ ജേക്കബേട്ടൻ വന്ന് ഞാൻ നിന്ന് സംസാരിച്ചു. നമ്മള് ഒറ്റയടിക്ക് രണ്ടു മൂന്ന് വാക്ക് പറഞ്ഞ് ജേക്കബേട്ടൻ തിരക്കുള്ള ആളാണെങ്കിലും ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നപ്പോ ഞാൻ ഒരു ചോദ്യം. ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തില് ഇപ്പോ ഇപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഇപ്പൊ പ്രസക്തി എന്താണ് കാണുന്നത്? ഇതില് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ ഇന്ത്യ ഭരിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഒരു കുറേ വർഷം ഭരിച്ചപ്പോൾ അസംതൃപ്തരായ കുറേ ആളുകളുണ്ടായിരുന്നു. ആ അസംതൃപ്തരായ ആളുകൾ ഈ ഗവൺമെന്റിനെ കളയാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ച് വളരെ കാലങ്ങളായി ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ആലോചിക്കാൻ അവർക്ക് കിട്ടിയത് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുള്ളൂ. ഗവൺമെന്റിന്റെ പോരായ്മകളെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ അതിനുള്ളൊരു പ്രവർത്തനം ഈ ഇപ്പോഴത്തെ ഗവൺമെന്റ് വരുന്നതിനേക്കാളും അവർ 10-15 വർഷം മുൻപ് തുടങ്ങി വെച്ചു. അത് ഓരോ സ്റ്റേറ്റുകളിൽ തുടങ്ങി. അത് ഗുജറാത്താണ് അതിൻ്റെ ഒരു മാതൃകയായിട്ട് വന്നത്. അങ്ങനെ ഗുജറാത്തിൽ നിന്ന് തുടങ്ങി വെച്ച ആ സംവിധാനം പതുക്കെ പതുക്കെ കൊണ്ടുവന്ന് ഈ ഞങ്ങൾ ഉൾപ്പെടുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ സംരക്ഷകരാണ് എന്ന് മാത്രം ഒരു സന്ദേശമായിട്ട് കൊണ്ടുവരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരികയും ചെയ്തതാണ്. കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. കോൺഗ്രസ് ഇന്ത്യയിലെ മുഴുവൻ വിഭാഗം ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മതേതരത്വ പാർട്ടിയാണ്. മാത്രമല്ല ഇതിൽ ഒരു മതേതരത്വത്തിൻ്റെയും ജനാധിപത്യവും വളരെ ശക്തമായി അതിനുവേണ്ടി നിലകൊണ്ടിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ ഈ മതാടിസ്ഥാനത്തിൽ വന്ന മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി കോൺഗ്രസിന് തകർച്ച പറ്റുകയും BJP അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷെ കോൺഗ്രസിന്റെ അടിസ്ഥാന വോട്ടിൽ വ്യത്യാസം വന്നു എന്നെങ്കിലും ബേസിക്കലി ഇന്ന് ഇന്ത്യയിൽ മുഴുവൻ സ്റ്റേറ്റിലും ഇന്നും കോൺഗ്രസ് പാർട്ടി ശക്തമാണ്. ജയിക്കാനുള്ള വോട്ട് കിട്ടുന്നില്ല, അത് ശരിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിവിദൂരമല്ലാതെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു 40 സീറ്റിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി 102 എത്തി. ഇനി അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് അത്തരം ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അവർക്ക് ജനാധിപത്യം നശിച്ച് കാണാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മതേതരത്വം തകർക്കാൻ ഇല്ലാതാവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ് നന്നായി പ്രവർത്തിച്ച ഇപ്പം എനിക്ക് തോന്നുന്നു അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഒരു സടകുടഞ്ഞെണീറ്റ് ഈ ഖാർഗെയുടെ നേതൃത്വത്തിലും നെഹ്റു കുടുംബത്തിൻ്റെ അനുഗ്രഹവും ഒക്കെ കൂടി നന്നായി മൂവ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എല്ലാ സ്റ്റേറ്റിലെ പ്രധാന നേതാക്കളെ KPCC അതിന് PCC പ്രസിഡന്റുമാരാക്കാൻ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ആ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അടുത്ത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കുറച്ചും കൂടി അനുകൂല്യമായ സാഹചര്യം ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ ഒരു സംശയം വെച്ചാല് നമ്മള് മൊത്തം രാഷ്ട്രീയം വീക്ഷിക്കുമ്പോൾ ഇപ്പോ നരേന്ദ്രമോദിയുടെ ഒരു തന്ത്രമന്ത്രങ്ങളുണ്ട്, ചാണക്യ തന്ത്ര ബുദ്ധികൾ. അപ്പോൾ അദ്ദേഹം ചെലുത്തുന്ന അജണ്ടയിലേക്ക് തല വെച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പ്രധാനമന്ത്രി ഒരു പ്ലാൻ ഇടുന്നു, ആ പ്ലാനിന്റെ പിന്നാലെ പോവാം. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ ഓരോ വിഷയവും നമ്മളിപ്പോ ഈ പൗരത്വ ഭേദഗതി ബില്ല്, വകുപ്പ് ബില്ല്, ഇപ്പൊ നമ്മൾ ഇസ്രായേൽ വിഷയം, പാലസ്തീൻ വിഷയം, അപ്പൊ ഏത് വിഷയം വരുമ്പോഴും പ്രധാനമന്ത്രി ഒരു അജണ്ട നിശ്ചയിക്കുന്നു, ആ അജണ്ടയുടെ പിന്നാലെ പോകുന്നൊരവസ്ഥയാണ് കോൺഗ്രസിന് വരുന്നത്. ഇതിന് മറികടക്കാനുള്ള തന്ത്രമന്ത്രങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കയ്യിൽ കാണുന്നില്ല. കാരണം പ്രധാനമന്ത്രി പ്ലാൻ ചെയ്യുന്ന വഴിയിൽ കൂടെ തന്നെയാണെന്നൊരു ശരിക്കും ഒരു 10 വർഷമായിട്ട് കോൺഗ്രസ് നേതൃത്വം പിന്നാലെ പോവാന്ന്. അതിന് മറികടക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പൊ പാലസ്തീനിലെ വിഷയം വന്നല്ലോ, അപ്പൊ പ്രധാനമന്ത്രി പക്ഷെ അത് സ്വാഭാവികമായിട്ട് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഇന്ത്യയിൽ 130 കോടി അല്ലെങ്കിൽ 140 കോടി ജനം ഉണ്ടെന്ന്. ഈ 140 കോടി ജനം ഉണ്ടാവുമ്പോ ഈ 140 കോടി ജനത്തിന്റെ മനസ്സാണ് പ്രധാനം. ഈ മനസ്സിന്റെ സപ്പോർട്ടാണ് പാർട്ടിക്ക് വേണ്ടത്. അപ്പോൾ ആ വിഷയത്തിൽ പ്രധാനമന്ത്രി ഓരോ നിലപാടെടുക്കുമ്പോഴും അത് പ്രതിപക്ഷത്തിനെ വലിച്ച് കൊത്തി കളത്തിലേക്ക് ഇറക്കുന്ന തരത്തിലുള്ള പ്ലാൻ എടുക്കണം. ഇപ്പൊ കാശ്മീർ വിഷയം, അപ്പോൾ ഓരോ വിഷയത്തിലും പ്രതിപക്ഷം എടുക്കുന്ന നിലപാടുകള് ശരിക്കും ഇന്ത്യയുടെ ജനങ്ങളുടെ മനസ്സുണ്ടല്ലോ, മനസ്സായിട്ട് ചേർന്ന് നിൽക്കുന്ന തലത്തിലേക്ക് വരുന്നില്ല.
അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പ്രധാനമന്ത്രി എടുക്കുന്ന തന്ത്രത്തിന് ബദൽ തന്ത്രം മെനയാൻ പറ്റുന്ന ഒരു ലീഡർഷിപ്പിന്റെ ഒരു അഭാവം ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രതിപക്ഷ നിരയിൽ കാണുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. കാരണം ദേശീയമായി എടുക്കുന്ന നിലപാടുകളിൽ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു വികാരം വരണം. കാരണം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ നമുക്കറിയാം, കാരണം പ്രധാനമന്ത്രിക്ക് ഒരിക്കലും ഭരിക്കാൻ ചാൻസ് കിട്ടാത്ത സാഹചര്യം വന്നപ്പോൾ ആള് ജനതാദൾ യുവുമായി ചന്ദ്രബാബു നായിഡുമായൊക്കെ സഖ്യം ഉണ്ടാക്കിയിരുന്നു, മനസ്സിലായില്ലേ? എന്നിട്ടാണ് അധികാരത്തിൽ എത്തിയത്. പക്ഷെ അതിന് ശേഷം ഓരോ അജണ്ടകളും വെച്ച് പോകുമ്പോൾ പ്രതിപക്ഷത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ആ പ്രതിപക്ഷം വിഘടിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പോ ദേശീയ തലത്തില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങളെ നേരിടാനുള്ള തന്ത്രം ഒരുക്കുന്നതിന് പ്രതിപക്ഷ ഇന്നത്തെ നേതൃത്വം എനിക്ക് കഴിയുന്നില്ല എന്നൊരു തോന്നല് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിൽ വന്ന് കെട്ടുകെടുക്കാണ്. ഇതിനെ മറികടക്കാനുള്ള തന്ത്രമാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഒരുക്കുന്നത്. അതല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പ്രയാസമായിരിക്കും. എന്താണ് ഇതിന് ഒരു മറുപടി? അതില് ഒരു കാര്യം എന്ന് വെച്ചാല്, നമ്മുടെ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ അതാത് കാലത്തുള്ള പ്രധാനമന്ത്രിമാര് വെക്കുന്ന അജണ്ടയ്ക്കൊപ്പാണ് ജനം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതലുള്ള തുടങ്ങി ഏറ്റവും അവസാനം മൻമോഹൻ സിംഗ് വരെയുള്ളവര് അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ മൻമോഹൻ സിംഗ് അത് പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ജനങ്ങള് ആ രീതിയിലാണ് ഒഴുകുക. ആ ഒഴുകുന്നതിനെ തടയിടുക എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്കാ. പക്ഷെ ഇവിടെ വിഷയം എന്നറിയാം, ഈ എലക്ഷൻ വരുമ്പോഴേ എലക്ഷൻ വരുമ്പോ ഡിവൈഡ് ചെയ്ത് ഭരണം പിടിച്ചെടുക്കാന്നൊരു തന്ത്രമാണല്ലോ മറ്റേ പ്രധാനമന്ത്രി നടത്തിക്കൊണ്ടിരുന്നത്. ആ തന്ത്രത്തിലേക്ക് പോകുമ്പോ അതിന് മറുതന്ത്രം പയറ്റണ്ടേ? അതിന് അനുകൂലമാവുന്ന രീതി ഒരു സ്വാഭാവികമായിട്ട് മറ്റേ പ്രധാനമന്ത്രി വെക്കുന്ന പ്ലാൻ അല്ലേ വിജയിക്കുന്നത്. തന്ത്രം ഒരുക്കാനായിട്ട് പറ്റുന്നില്ല. അതിൽ ഈ പ്രാവശ്യം ഉണ്ടായത് ഇന്ത്യ സഖ്യം ഉണ്ടായി. നമ്മൾ മനസ്സിലാക്കേണ്ട വ്യത്യസ്ത സ്വഭാവമുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നേതാക്കൾ ഇന്നും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴും പ്രതിപക്ഷ ശക്തമായിരുന്നു, നല്ല നേതാക്കളുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല നേതാക്കളുണ്ട്. ഇപ്പോ ഈ പ്രതിപക്ഷ സഖ്യത്തില് എന്ന് പറയുന്ന അത് നല്ല ടീമുണ്ട്. പക്ഷെ ഇതിലെന്താ സംഭവിച്ചാല് ഇതില് ഇവരുടെ ഒരു ഒത്തൊരുമ വേണ്ട രീതിയിലില്ല. അങ്ങനെ വേണ്ട രീതിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാമായിരുന്നു. ഇവർക്ക് പോലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അവരുടെ ചില തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി, അതായത് ഞങ്ങൾ 400 സീറ്റ് കിട്ടും, 560 400 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോ ജനം അങ്ങോട്ട് ഒഴുകി. ആ തന്ത്രം ഇവിടെ ഇന്ത്യ സഖ്യം ഉണ്ടാക്കി ഞങ്ങൾ ഇവിടെ ഭൂരിപക്ഷം കിട്ടും എന്ന് പറയാനുള്ള ഒരു വികാരം ഇവർക്ക് ഉണ്ടായത് 4 ഡേറ്റിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഇന്ത്യ സഖ്യത്തിന് ഭൂരിപക്ഷം കിട്ടും. പക്ഷെ നമ്മുടെ ഒരു വർഷം മുന്നത്തെ പ്രവചനത്തിലുണ്ടായിരുന്നു ബിജെപിക്ക് ഇങ്ങനെ സാധ്യതയില്ല എന്നുള്ളത്. ഇലക്ഷന്റെ ഞാൻ ജോൺസന്റെ കാര്യം ഇതിലുണ്ടായത് ഇവർ ഇന്ത്യ സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ സഖ്യത്തിൽ ഇന്ന ആള് പ്രധാനമന്ത്രിയാവും, അങ്ങനെ സന്ദേശം അതിൽ. അപ്പോ അന്ന് ഈ സഖ്യം തന്നെ തകരാൻ നിതീഷ് കുമാർ ഇപ്പുറത്തല്ലേ ആയിരുന്നേ. നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി ആവണമെന്നാണ്, മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രി ആവണമെന്നാണ്. ആവണോണ്ടല്ല, ഇവര് 4-5 പേര് പ്രധാനമന്ത്രി. എന്തിനു പറയണം? നമ്മുടെ ചെറിയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് പോലും പ്രധാനമന്ത്രി ആവണമെന്ന് ആഗ്രഹം. പവാറിന് പ്രധാനമന്ത്രി കിട്ടിയ ഒന്നും മോശമുണ്ടായിരുന്നു. ഇത് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒത്തൊരുമ പൂർണ്ണമായും യോജിച്ചില്ല. ഗവൺമെന്റിന് BJP ഗവൺമെന്റിനെതിരെയുള്ള വോട്ട് ബാങ്ക് ഒരുമിപ്പിച്ച് നിർത്തി ഞങ്ങളുടെ ഒരു നേതാവ് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് മൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നരേന്ദ്രമോദി തോറ്റേനെ. ഇതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും? അല്ല, ഇനി ഉണ്ടാവാൻ പോണതില് കോൺഗ്രസിന് ഒരു ഇപ്പൊ കിട്ടിയിരുന്ന സീറ്റിനേക്കാൾ 40-നേക്കാൾ കൂടുതൽ ഇപ്പൊ 100ആയി. അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 200-ൽ പരം സീറ്റ് കിട്ടിയാൽ കിട്ടാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ആ ഒരുക്കാണ് ഇപ്പൊ ആരംഭിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത്, ഇന്ത്യ തലത്തിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആ സംസ്ഥാനത്തെ നേതാക്കന്മാരെ വിശ്വാസത്തിലെടുത്ത് നല്ല കഴിവുള്ള ആളുകളെയാണ് ഇപ്പോ PCC പ്രസിഡന്റുമാരാക്കുന്നത്. അങ്ങനെ വരുമ്പോ ഒരു അനുകൂലമായ സാഹചര്യം വരികയും കോൺഗ്രസ് പറയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞ് തന്നെ ഒരു മൂവ്മെന്റ് നടത്തുകയും
രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ ഉള്ള പ്രശ്നം, രാഹുൽ ഗാന്ധി കാലം നല്ല കാര്യങ്ങൾ ചെയ്യും എന്നൊരു തോന്നലൊക്കെ ജനങ്ങൾക്ക് അയാളിപ്പോൾ നല്ലവനാണ് എന്ന വിശ്വാസമുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധിനെ മുൻനിർത്തി മറ്റ് വലിയ വൃക്ഷങ്ങള് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി എഴുകിച്ചേർന്നാൽ ഉറപ്പ് പറയാം 400 സീറ്റ് വരെ ഇന്ത്യ സഖ്യത്തിന്റെ ഇന്നത്തെ നേതൃത്വ നിരയിലുള്ള ടീമിന് കിട്ടുമെന്നുള്ള സംശയം. പക്ഷെ അതുണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ട്. ജോൺസോട് സൂചിപ്പിച്ചതുപോലെ അതിന്റെ റൂട്ട് മാറ്റണം, രീതികൾ മാറ്റണം. ഇപ്പൊ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്നാലെ പോകരുത്. ഇവർക്ക് സ്വന്തമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം, അത് വിൻ ചെയ്യിക്കാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ നടത്തിയാൽ എനിക്ക് തോന്നുന്നു 4 വർഷമുണ്ട് നന്നായിട്ട്. 4 വർഷത്തിനുള്ളിൽ കോൺഗ്രസിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാനപരമായ ഒരു ബേസിക് വോട്ട് എല്ലാ സ്റ്റേറ്റിലുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ രക്ഷപ്പെടാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇതിലേ ഞാനൊരു നമ്മൾ കോൺഗ്രസ് ബേസ് വോട്ടല്ല, കോൺഗ്രസ് നമ്മുടെ ഇന്ത്യയിലെ ഒരു 130 കോടി 95 അല്ലെങ്കിൽ 97 കോടി വോട്ടർമാരൊക്കെ ഉണ്ടാവുക. ഈ വോട്ടർമാരിലെ ഒരു BJPക്ക് എങ്ങനെ പോയാലും ഒരു 30 കോടിയുടെ താഴെ വോട്ട് സമാഹരിക്കാനേ കഴിയുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷെ കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങൾ 30 കോടിയിലധികം ഉണ്ടോ പക്ഷെ ഇത് തിരിച്ചറിയേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. കാരണം കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങളെ ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് സംസ്കാരമുള്ള ജനമുണ്ട്, ബംഗാളിലുണ്ട്, ആന്ധ്രയിലുണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ ഇന്ത്യയിൽ പല സ്റ്റേറ്റിലുള്ള കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങളെ ഏകോപിക്കുന്ന തരത്തില് ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ ജനങ്ങളുടെ ഇടയിൽ എന്തുണ്ടാവും, ഒരു വിശ്വാസം വരുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സംസ്കാരമുള്ള ജനങ്ങൾ തന്നെ പല ഘടകങ്ങളിൽ പല തട്ടിൽ വിഘടിച്ച് നിൽക്കാണ്. അതിന് ശരിക്കും നേതൃത്വം കൊടുക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അത് ചെയ്യാത്തോടത്തോളം കാലം ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല. അല്ല, അതിൻ്റെ ബേസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിനുള്ളൊരു പ്ലാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതായത് ആ പ്ലാൻ എത്രമാത്രം വിജയിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എങ്കിലും നല്ലൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ റൂളിംഗ് പാർട്ടി നമ്മുടെ ചോന്നല് പറഞ്ഞുണ്ടോ യോണി? 5 പറഞ്ഞുണ്ട്, കിഴങ്ങുമത്തിയിലോ. റൂളിംഗ് പാർട്ടി ആ പാർട്ടിക്ക് വിഘടിപ്പിക്കാൻ പറ്റും. ഇപ്പൊ എത്ര സ്ഥലങ്ങളിൽ BJPയുടെ മന്ത്രിമാർ അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ എല്ലാം നല്ലൊരു ശതമാനം കോൺഗ്രസ് നേതാക്കളല്ലേ. അപ്പോൾ കോൺഗ്രസ് പച്ച പിടിച്ച് വരുമ്പോൾ അതിന് നേതാവിനെ പിടിക്കും. ഇപ്പൊ തന്നെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച മറ്റേ ഗവൺമെന്റിനെതിരെയുള്ള ആളുകളെ, അതിന്റെ ചില നേതാക്കളെ പിടിക്കാനുള്ള വലിയ ശ്രമമല്ല നടത്തണേ. അപ്പൊ അത് ഭരണകർത്താക്കൾക്ക് ചെയ്യുന്ന ആ തന്ത്രത്തിനെ മറികടക്കാൻ കോൺഗ്രസ് നല്ല പ്ലാനും പദ്ധതി ഇട്ട് മുന്നോട്ട് പോയാലേ അതിനെതിരായി നിൽക്കാൻ കഴിയും. അത് ജോൺസൺ പറഞ്ഞത് 100% കറക്റ്റ്. ഒരു പ്രോബ്ലം നമുക്ക് കാണുമ്പോൾ ഒരു കാഞ്ചലേ, ഇപ്പോ ഒരു 10-20 വർഷമായിട്ട് പണ്ട് നമ്മള് കോൺഗ്രസിന്റെ നേതൃത്വത്തില് ഉത്തരേന്ത്യൻ നേതൃത്വത്തിന്റെ ചിന്തകളിലായിരുന്നു കാര്യങ്ങൾ പോരുന്നത്. പക്ഷെ 10-20 വർഷമായിട്ട് നോക്കി കഴിഞ്ഞാൽ കേരളത്തിലുള്ള നേതാക്കളാണ് ഹൈക്കമാൻഡിനെ ഡിസ്കസ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ കേരളത്തിൽ എടുക്കുന്ന ഒരു നയം പോലെ നമ്മൾ കേന്ദ്രത്തിൽ നയത്തിന് എടുക്കാൻ പറ്റില്ല. ഇപ്പോ ശശി തരൂർ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശശി തരൂർ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ആഗോളപരമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഇടയിലും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാം, നന്നായിട്ട് പുസ്തകങ്ങൾ എഴുതാൻ അറിയാം, പല മിടുക്കും കഴിവുള്ള വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃനിരയിൽ വളരെ ആരോഗ്യകരമായ രീതിയിൽ ഒരു സ്ഥാനം മാനൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് പോകുമായിരുന്നില്ല. സ്വാഭാവികമായിട്ട് അതില് എത്ര ആളുകൾ കൊടുത്താലും ഇതിപ്പോ ചില ആളുകൾ എത്ര അധികാരം, ഇപ്പൊ ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ശശി തരൂരെങ്കിൽ ശശി തരൂർ എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റുമോ? അയാൾക്ക് നല്ലൊരു ഓഫർ കിട്ടിയാൽ സ്വാഭാവികമായിട്ട് ഭരണത്തിന്റെ ഒരു സുഖം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാ നേതാക്കൾക്കും ഭരണത്തിന്റെ ഒരു സുഖം എന്ന് പറയുന്നത് ഈ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് പറയുന്ന ഒരു സുഖമല്ലല്ലോ. അതിൽ ഭരണത്തിന്റെ ഒരു ശീതളച്ചായ എന്ന് പറഞ്ഞാൽ അത് കണ്ടറിഞ്ഞവർക്ക് അതിലേക്ക് എത്താനായിട്ട് ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും
കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട്, പക്ഷേ ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ശശി തരൂരിന്റെ നീക്കങ്ങൾ കണ്ടിട്ട് പുള്ളിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്ക് ശരിക്ക് വ്യക്തമായിട്ട് ഗെയിം ഉണ്ട്, പ്ലാൻ ഉണ്ട്, ഐഡിയ ഉണ്ട്. ശരിക്കും കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ പാർലമെന്റ് പാർട്ടി ലീഡർ ആയിരുന്നെങ്കിൽ ഇപ്പോ നിലവില് ഇപ്പൊ കാണുന്ന അവസ്ഥയിലാണ് കുറച്ചും കൂടി എന്താ പറയാ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ ഏകോപിക്കാനും ഇന്ത്യയിലെ പുതിയ ജനറേഷനെ കോൺഗ്രസിലേക്ക് ആകർഷിക്കാനും കഴിയുമായിരുന്നു. ഇപ്പോ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് അദ്ദേഹത്തിനെ കോൺഗ്രസിനെ അവഗണിക്കാനും പറ്റില്ല, അംഗീകരിക്കാനും പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൂല്യം വെച്ചിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറുമാണ്. ബി ജെ പിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് പാർട്ടിയിൽ BJP ഏറ്റവും കൂടുതൽ ഭീഷണിയായിട്ട് കാണുന്നത് ശശി തരൂരിനെയാണ്. കാരണം നാളെ ഒരു പക്ഷേ ശശി തരൂർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവുകയോ കോൺഗ്രസിന്റെ പാർലമെന്റ് പാർട്ടി നേതാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് BJPക്ക് വളരെ ക്ഷീണം ചെയ്യും. കാരണം അദ്ദേഹം ഞാനൊരു ഹിന്ദു എന്ന് പറയുന്ന ആളാണ് ശശി തരൂര്. കാരണം ഹിന്ദുത്വ ഇതിനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വരുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ വിഭാഗം നേതാക്കളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഡീൽ ചെയ്യാനുള്ള കഴിവുള്ള ആളാണ്. അപ്പൊ ശശി തരൂര് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് BJP ആണ്. കാരണം BJPക്ക് കോൺഗ്രസിൽ ഏറ്റവും ഭീഷണിയുള്ള നേതാവാണ് ശശി തരൂര്. ഇത് കോൺഗ്രസ് പാർട്ടി ശശി തരൂരിന്റെ മൂല്യം മനസ്സിലാക്കുന്നില്ല. BJPക്ക് ശശി തരൂരിനെ യഥാർത്ഥത്തിൽ ഭയമാണ്. ആ ഭയം ഉള്ളതുകൊണ്ടാണ് ശശി തരൂരിനെ ഏതെങ്കിലും തരത്തില് കോൺഗ്രസുമായി വിഘടിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്ത് ചാടിച്ച് BJPയുടെ വീണ്ടും ഇവിടെ ഒരു എതിരാളി ഇല്ലാത്ത തരത്തിലേക്ക് ആക്കുന്നതിന്റെ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശശി തരൂരിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ ഒരു വിഷയം കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഈ ശശി തരൂരിന്റെ കാര്യത്തില് ജോൺസൺ പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ശശി തരൂര് ഒരു ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ആവാൻ ശ്രമിച്ച ഒരു വിദേശ രീതിയിൽ വിദേശ രാജ്യങ്ങളുമായി നല്ല ബന്ധവും അറിവും ഒക്കെ ഉള്ള ആളാണ്. കോൺഗ്രസ് പാർട്ടി എന്താ ചെയ്തത്? ആളിവിടെ കൊണ്ടുവന്നു, അതിൽ തോറ്റു. അദ്ദേഹം തോറ്റപ്പോ ഇന്ത്യയിലേക്ക് വരുത്തി. ഇന്ത്യയിൽ നിന്ന് കോൺഗ്രസിന് ഷുവറായി ജയിക്കാവുന്ന ഒരു സാധ്യതയുള്ള ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു, മന്ത്രിയാക്കി. പിന്നെ അങ്ങനെ നല്ല അദ്ദേഹത്തിന്റെ സേവനങ്ങളൊക്കെ ഉപയോഗിച്ചു. ഗവൺമെന്റ് കോൺഗ്രസിന് ഗവൺമെന്റ് ഇല്ലാതായി. അപ്പോൾ അങ്ങനെ ഇല്ലാതായതിനു ശേഷം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പുള്ളി ജനങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിച്ചു. വളരെ ദയനീയമായി തോറ്റു. കാരണം 1000 വോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയില് 1000 വോട്ട് പിടിക്കാന്ന് ആള് ഗ്രാസ് റൂട്ട് ലെവലിൽ ഒന്നും കയറി വരാതെ തന്നെ ആൾക്ക് 1000 വോട്ട് പിടിക്കാന്ന് പറഞ്ഞാൽ ചെറിയൊരു അതിലും മനസ്സിലാക്കേണ്ട ഒരു 1000 വോട്ട് എന്ന് പറഞ്ഞാല് ഇപ്പോ ജോൺസൺ കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവാണെങ്കിൽ, ഞാനും നേതാവാണെങ്കിൽ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഗാർഗ എങ്കിൽ ജോൺസന്റെ ഉള്ളിൽ തോന്നുന്നു എനിക്ക് ഈ ഗാർഗയ്ക്ക് കുറച്ച് വോട്ട് കുറയ്ക്കുക, ജോൺസന്റെ ടീം ശശി തരൂരിന് വോട്ട് ചെയ്തു, അങ്ങനെ വരാം സ്വാഭാവികമായിട്ട്. അല്ലാണ്ട് ഇയാളിൽ ആകർഷണീയമായിട്ടാണ് ഈ 1000 വോട്ട് കിട്ടിയെന്നുള്ള അഭിപ്രായം എനിക്കില്ല. എല്ലാ സ്റ്റേറ്റിലും ഇതുപോലെ ചെറിയൊരു വിഭാഗം അവിടുത്തെ ലീഡർഷിപ്പിന് എതിരായിട്ടുള്ളവരുണ്ട്, അവർ വോട്ട് ചെയ്ത് കിട്ടുക. പിന്നെ ശശി തരൂരിന് നല്ല ജോൺസൺ പറഞ്ഞ ആ കഴിവുകളൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോ അയാളെ വിദേശകാര്യമന്ത്രിയാക്കിയ, അപ്പൊ അയാളെ മോശമാക്കി എന്ന് പറയാൻ പറ്റുമോ? ഇയാള് തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തിട്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുകൊണ്ട് കോൺഗ്രസിനെ ബുദ്ധിപരമായും ഹിന്ദുത്വ രീതിയിൽ ചിന്തിച്ച്, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാലും ഹിന്ദു സംസ്കാരമാണ് നമ്മുടെ കോൺഗ്രസ്. ഹിന്ദു സംസ്കാരത്തിന്റെ പൈതൃകമുള്ള പാർട്ടിയാണ്. അതായത് നമ്മുടെ സിന്ധു നദീതീരത്ത് ആര്യന്മാരും ദ്രാവിഡരും ഉൾക്കൊണ്ട ഒരു സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം. ഹിന്ദു സംസ്കാരമാണ് കോൺഗ്രസിന്റെ സംസ്കാരം. കുറെ തെറ്റിദ്ധാരണ. BJP മതപരമായിട്ടാണ്, കോൺഗ്രസ് സംസ്കാരത്തിന്റെ ആളുകളാണ്. കോൺഗ്രസ് അതിൽ ഏറ്റവും നന്നായി പഠിക്കുന്നത് ഹിന്ദു സംസ്കാരമാണ്. ആ ഹിന്ദു സംസ്കാരത്തിന്റെ പൈതൃകമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതാണ് കറക്റ്റ്. ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും പെടുന്നൊരു സംസ്കാരമാണ്. അപ്പൊ ശശി തരൂരിന് ഇതിൽ നിന്ന് അടുത്ത ഒരു ഘട്ടത്തിൽ വരുമ്പോൾ നല്ല ലീഡർഷിപ്പിൽ വരാനും ഭരണത്തിൽ വരുമ്പോൾ ആ ഭരണത്തിൽ വരാനുള്ളതിന് കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കണം. പുള്ളി ഒരു കഷ്ടപ്പാട് ഇന്ത്യയിൽ ചെയ്യാതെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നേതാവാക്കിയതാ. അല്ല, ഇവിടെ ഒരു പോയിന്റ് കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മള് തോറ്റു. അതിനുശേഷം ഹരിയാന ഇലക്ഷൻ വന്നു. ഹരിയാന ഇലക്ഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കും എന്ന് മുന്നോട് പരാജയപ്പെട്ടു. മഹാരാഷ്ട്ര ഇലക്ഷൻ വന്നു. മഹാരാഷ്ട്ര ഇലക്ഷൻ വന്നാലും പരാജയപ്പെട്ടു.
സ്വാഭാവികമായിട്ട് ഇതിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തന്നെയാണ്. പക്ഷെ ഈ വിഷയം നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. കാരണം മഹാരാഷ്ട്രയിൽ ഉറപ്പായിട്ട് ജയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹരിയാനയിലും ആ രണ്ട് സംസ്ഥാനത്തും ജയിക്കാനായിട്ട് പറ്റി. കാരണം എന്തായാലും കഴിഞ്ഞു. അപ്പൊ ഇത്തരം അവസ്ഥയിൽ മോഡി ശക്തി ആർജിച്ചു വരുന്നുകൊണ്ടിരിക്കുമ്പോൾ മോഡിയെ നേരിടാനായിട്ട് ശശി തരൂരിനെ പോലെ ഉള്ള വ്യക്തികളെ പാർലമെന്റിൽ ആൾക്ക് സംസാരിക്കാൻ 2-3 മിനിറ്റുകളൊക്കെ അപൂർവമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് നേരിട്ട് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വരെ നേരിട്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിലോ മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്ത് ആളെ ഫ്രണ്ടിലേക്ക് കയറ്റി കൊണ്ടുവന്ന് മുന്നോട്ട് വന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവുമായിരുന്നു. ഇല്ല, കോൺഗ്രസ് പാർട്ടിയിലെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എടുക്കാൻ പറ്റുമോ? അടുത്തോടുത്തു. ഹലോ, ആ എന്താണോ? ഞാൻ ഒരു മിനിറ്റ്, ഇപ്പോഴോ സമയത്തിന് 12 മണി, ഞാൻ ഒരു 1 മണിക്ക് മുമ്പ് ഉണ്ടാവും അവിടെ. ഇപ്പം ഉണ്ടാവില്ലേ? ഒരു 12:30-1 മണിക്കുള്ളിൽ അവിടെ എത്തും. ഞാൻ അങ്ങോട്ട് എത്തുന്നുണ്ട് സംഘത്തിലേക്ക്. 12:30 12:45 കൂടി വന്നാൽ മതി. ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടി അങ്ങനെ എല്ലാ രീതിയിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നുണ്ട്. പക്ഷേ ഇനി ആൾക്ക് ആവേണ്ടതെന്നുണ്ട് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുക എന്നുള്ളതാണ്. കോൺഗ്രസ് പ്രസിഡന്റിനേക്കാളും ഇപ്പോൾ ഗാർഗ എത്രയോ അർഹതയുള്ള ആളാണ്. എത്രയോ സംസ്കാരം, എത്രയോ വർഷങ്ങളായി സംസ്കാരം, ഇന്ത്യയുടെ മുഴുവൻ കാര്യങ്ങളും പഠിച്ച ഒരാളാണ്. ഇവിടെ കോൺഗ്രസ് ഇപ്പോൾ പ്രതിപക്ഷത്താണ്. BJP ആയിട്ട് നമ്മള് ഒരു എന്താ പറയാ, മൊത്തം ഒരു 10 കോടി വോട്ടിന്റെ വ്യത്യാസമാണ്. ഏത് അത് നമ്മൾ 1 ലക്ഷം വോട്ട് 2 ലക്ഷം വോട്ടല്ലാണ്, 10 കോടി വോട്ടിന്റെ വ്യത്യാസമാണ് BJPയും കോൺഗ്രസും തമ്മിലുള്ളത്. ഇത് ചെറിയൊരു വ്യത്യാസമല്ലാന്ന്. ഇതിനെ മറികടക്കണമെങ്കിൽ ഇപ്പൊ നിലവിൽ പോകുന്ന രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് പോയാൽ ഒരിക്കലും BJPനെ ഇന്ത്യയിൽ മറികടക്കാൻ പറ്റില്ല. അത് മറികടക്കണമെങ്കിൽ ഇന്ത്യയിലെ ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളുടെ പിന്തുണ ആർജിക്കാൻ കഴിയുള്ളൂ എന്നൊരു നേതാവ് വേണം. മനസ്സിലായില്ലേ? മാത്രല്ല കൈ പണി